വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അബ്ബാസിയ ഭരണാധികാരി ഹാറൂൺ റഷീദ് പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സദസ്സ് തീർത്തും നിശബ്ദം. പെട്ടെന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു. എല്ലാവരും കേൾക്കുമാർ ഉച്ചത്തിൽ പറഞ്ഞു, താങ്കൾ നീതിമാനല്ല. രാജ്യത്തെ പൊതുസ്വത്ത് ഓഹരി വെക്കുന്നതിൽ അനീതി കാണിച്ചിരിക്കുന്നു. താങ്കൾ തീരെ മര്യാദയില്ലാത്തവനാണ്. താങ്കളുടെ ജീവിതം പാപമംഗിലമാണ്. അപ്രതീക്ഷിതമായി ഈ ഇടപെടൽ ഹാറൂൺ റഷീദിന് തീർത്തും അസഹ്യമായിരുന്നു. അയാൾ കോപം കൊണ്ട് വിറക്കാൻ തുടങ്ങി. തന്നെ വിമർശിച്ച വ്യക്തിയെ പിടിച്ചു കെട്ടാൻ കൽപ്പിച്ചു. ഒട്ടും താമസിയാതെ പാറാവുകാർ അയാളെ പിടികൂടി. പ്രസംഗം പൂർത്തീകരിച്ച് പുറത്തു വന്ന ഹാറൂൺ റഷീദ് അയാളെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു. അയാളുടെ മേൽ സ്വീകരിക്കേണ്ട ശിക്ഷാ നടപടിയെക്കുറിച്ച് അന്വേഷിക്കാനായി ന്യായാധിപൻ അബൂ യൂസുഫിനെ ക്ഷണിച്ചു വരുത്തി. ഹാറൂൺ റഷീദ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇവൻ എന്നോട് അപമര്യാദയായി പെരുമാറിയിരിക്കുന്നു. പൊതുസദസ്സിൽ വെച്ച് എന്നെ അപമാനിച്ചിരിക്കുന്നു. ഇന്നോളം ആരും എന്നോട് അவ்விധം പെരുമാറിയിട്ടില്ല. അതിനാൽ എന്ത് ശിക്ഷയാണ് ഞാൻ ഇയാൾക്ക് നൽകേണ്ടത്? അല്പസമയത്തെ മൗനത്തിന് ശേഷം അബൂ യൂസുഫ് ശാന്തസ്വരത്തിൽ പറഞ്ഞു, പ്രവാചകൻ ഒരിക്കൽ പൊതുസ്വത്ത് വിതരണം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അതൃപ്തി തോന്നിയ ഒരു ഗ്രാമീണൻ തിരിഞ്ഞു പറഞ്ഞു, താങ്കൾ നീതി പാലിച്ചിട്ടില്ല. ഈ വിഭജനവും വിതരണവും അന്യായമാണ്, ദൈവഹിതത്തിന് വിരുദ്ധമാണ്. വിമർശനം വളരെ കടുത്തതായിരുന്നു, തീർത്തും അസ്ഥാനത്തും. എന്നിട്ടും പ്രവാചകൻ ആ ഗ്രാമീണനെ ശാസിച്ചില്ല, ശിക്ഷിച്ചില്ല, ആക്ഷേപിച്ചതുമില്ല. ഇത്രമാത്രം അരുൾ ചെയ്തു, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് നീതി പാലിക്കുക? ഇതുപോലുള്ള അനുഭവം പ്രവാചകന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയുമാണ് ഉണ്ടായത്. പ്രകോപിതനാവുകയോ പ്രതികാരം ചെയ്യുകയോ ഉണ്ടായില്ല. നബിതിരുമേനിയുടെ വിട്ടുവീഴ്ചയെയും ഉദാരമായ പെരുമാറ്റത്തെയും പറ്റി കേട്ടുകൊണ്ടിരുന്ന ഹാറൂൺ റഷീദ് കോപം കെട്ടടങ്ങി. അതോടെ അയാൾ തീരുമാനം മാറ്റി. തന്നെ വിമർശിച്ചതിൻ്റെ പേരിൽ പിടികൂടിയ വ്യക്തിക്ക് മാപ്പ് നൽകുകയും ചെയ്തു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പരിഹസിക്കപ്പെടുക പതിവാണ്, സ്വാഭാവികമാണ്. ആക്ഷേപ വിമർശനങ്ങളിൽ തീർത്തും മുക്തമാകാൻ അപൂർവം ചിലർക്കേ സാധിക്കുകയുള്ളൂ. പൗരബോധമുള്ള പൊതുജനം പൊതുപ്രവർത്തകരെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനാൽ അവരുടെ വീഴ്ചകളും വൈകല്യങ്ങളും വളരെ വേഗം ശ്രദ്ധിക്കപ്പെടും. അവയുടെ പേരിൽ അവർ രൂക്ഷമായി ആക്ഷേപിക്കപ്പെടുകയും ചെയ്തേക്കാം. പലപ്പോഴും വിമർശനം അകാരണമായേക്കാം. എന്നാൽ അത്തരം വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോൾ വിവേകം വിട്ട് വളരെ വേഗം പ്രകോപിതരാകുന്നവർ പാപത്തിൻ്റെ പാതാളത്തിൽ പതിക്കുന്നു. മറിച്ച് വിമർശനങ്ങളെ വിശാല മനസ്കതയോടെ വീക്ഷിച്ച് വിട്ടുവീഴ്ച കാണിക്കുന്നവർ വിജയം വരിക്കുന്നു. സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ ഏറ്റുവാങ്ങാൻ ഒരുക്കമില്ലാത്തവർ പൊതുപ്രവർത്തനത്തിന് അർഹരല്ല. ജനങ്ങളുടെ വികാര പ്രകടനങ്ങൾ എപ്പോഴും ന്യായയുക്തവും നീതിനിഷ്ഠവുമാകണമെന്നില്ല. എങ്കിലും എല്ലാറ്റിനെയും സഹിഷ്ണുതയോടെ സമീപിക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും പൊതുപ്രവർത്തകർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്നവരാണ് അവർ. മനോരോഗികൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് രോഗികൾ പലപ്പോഴും പിച്ചും പേയും പറഞ്ഞെന്നു വരും. ചിലപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിച്ചേക്കാം. അപ്പോൾ പ്രകോപിതരായി പ്രതികാര മനസ്സോടെ രോഗികളോട് അവിധം പെരുമാറുന്നവർ വിദഗ്ധരായ വൈദ്യന്മാരല്ല. അത്തരക്കാർക്ക് രോഗികളെ വിജയകരമായി ചികിത്സിക്കുക സാധ്യമല്ല. അതിനാൽ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ചര്യയിൽ ആകൃഷ്ടനായ ഹാറൂൺ റഷീദും ചെയ്ത പോലെ സമൂഹത്തിൻ്റെ വിമർശനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ് വിവേകശാലികൾ. വിജയം വരിക്കുന്നവരും അവർ തന്നെ. അവരാണ് യഥാർത്ഥ ജനസേവകരും ജനനായകരും. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.